അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇന്നലെ ഞാൻ കേൾക്കുന്നത് അച്ചുവിനെ കുറിച്ചും ചാടിയെ കുറിച്ചൊക്കെ ഇങ്ങനെ BJP പോകുന്നെന്ന് ഒരു സംസാരം ഉണ്ടെന്ന്. അപ്പം അത് വേദനിപ്പിച്ചു രണ്ടുപേരുടെ കാര്യം. അതിൽ നമസ്കാരം. അനിൽ ആന്റണി എൻ്റെ മകനെ പോലെ തന്നെയാണ്, എനിക്ക് ചാണ്ടി ഉമ്മനെ പോലെ തന്നെയാണ്. എന്നാൽ ഒരു കാരണവശാലും ഞാൻ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി പ്രചരണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികൾ സംബന്ധിക്കുവാനോ വേണ്ടി പോകില്ല. ഇത് മൺമറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ്റെ വാക്കുകളാണ്. മാധ്യമപ്രവർത്തകർ പുതുപ്പള്ളിയിലുള്ള വസതിയിൽ മറിയാമ്മ ഉമ്മനെ സന്ദർശിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം അവർ നടത്തിയത്. മറ്റൊന്നുകൂടി അവർ ചേർത്ത് പറഞ്ഞു, കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ, അതായത് കെ കരുണാകരൻ്റെയും AK ആന്റണിയുടെയും മക്കൾ മാതൃസംഘടന വിട്ട് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറുകയുണ്ടായി. അത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ആ 2 പേർക്കും, അതായത് കെ കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാലനും AK ആന്റണിയുടെ മകനായ അനിൽ ആന്റണിക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യം എടുക്കുവാനുള്ള അവകാശമുണ്ട്. അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുവാനോ എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ കോൺഗ്രസ് കുടുംബത്തിലെ ഒരു അംഗം എന്ന രീതിയിൽ എന്നെ അത് വളരെ വേദനിപ്പിച്ചു. പക്ഷെ അവരോട് എനിക്ക് യാതൊരു തരത്തിലുള്ള നീരസമോ വൈരാഗ്യമോ ഇല്ല. അനിൽ ആന്റണി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ്റേതുപോലെ തന്നെയാണ് എനിക്ക് അനിൽ ആന്റണി എന്ന് തന്നെയാണ് മറിയാമ്മ ഉമ്മൻ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം കൂടി അവർ ചേർത്ത് പറയുകയുണ്ടായി, എൻ്റെ മക്കൾ ഒരു കാരണവശാലും അവരെ തുണ്ടമാക്കി ആരെങ്കിലും വെട്ടി മുറിച്ചിടും എന്ന് പറഞ്ഞാൽ പോലും അവർ 3 പേരും BJPയിലേക്ക് ഒരു കാരണവശാലും പോകില്ല. അച്ചു ഉമ്മൻ BJPയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്തകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അടുത്ത സമയത്താണ്. ഫോണോ അല്ലെങ്കിൽ മറ്റതുപോലുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻ്റെ ഒരു പ്രശ്നമുള്ളതിനാൽ ഞാൻ മൊബൈലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകളും ഞാൻ കാണാറില്ല. അടുത്തിടെയാണ് അച്ചു ഉമ്മൻ BJPയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു, BJPയിലേക്ക് ചേക്കേറുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ഞാൻ കണ്ടത്. എൻ്റെ മക്കൾ, അതായത് ഉമ്മൻചാണ്ടിയുടെ മക്കൾ 3 പേരും അവരെ ഇനി വെട്ടി നുറുക്കി നിങ്ങൾ വഴിയിലെറിയും എന്ന് പറഞ്ഞാൽ പോലും അവർ അങ്ങോട്ടേക്ക് പോകില്ല, BJPയിലേക്ക് പോകില്ല എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം എന്നാണ് മറിയാമ്മ ഉമ്മൻ പറഞ്ഞത്. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥിയായ ആന്റണിക്ക് വേണ്ടി പ്രചരണത്തിന് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഇറങ്ങുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അത് സമയം പോലെ ആരെങ്കിലും അവിടെ പോകും എന്നാണ് വിശ്വസിക്കുന്നത്. ആര് പോകും എന്നുള്ളതിന് എനിക്ക് ഇതുവരെയും ഒരു തീരുമാനം ആയിട്ടില്ല. എന്തായാലും പത്തനംതിട്ടയിൽ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി പോകണം എന്ന് തന്നെയാണ് താല്പര്യം. ഇത് അടുത്ത കുടുംബ സുഹൃത്തായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു നീക്കങ്ങൾ അനിൽ ആന്റണിക്ക് ദോഷകരമായി ബാധിക്കില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് രാഷ്ട്രീയമാണ്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തിപരമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് അനിൽ ആന്റണിയോടുള്ള മാതൃനിർവിശേഷമായ ആ ഒരു ബന്ധം മുറിച്ചെറിയാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായ കോൺഗ്രസ്കാരി എന്ന രീതിയിൽ ഞങ്ങളുടെ കർത്തവ്യമാണ്, അത് കടമയാണ്. അതുകൊണ്ട് പത്തനംതിട്ടയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആന്റണിയുടെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അനിൽ ആന്റണിയോടുള്ള നീരസമോ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ചയോ ആണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നുകൂടി മറിയാമ്മ ഉമ്മൻ മാധ്യമപ്രവർത്തകരോട് സംശയത്തിന് അതീതമായി തന്നെ പറയുകയുണ്ടായി. ഉമ്മൻചാണ്ടിയുടെ കൂടെ കൂടുന്ന സമയത്ത്, അതായത് ഉമ്മൻചാണ്ടിയെ കല്യാണം കഴിക്കുന്നതിന് വരെ ഉമ്മൻചാണ്ടി ഒരുപക്ഷെ കോൺഗ്രസ്സുകാരനല്ലായിരുന്നെങ്കിൽ ഈ കല്യാണം തന്നെ നടക്കില്ലായിരുന്നു എന്നാണ് മറിയാമ്മ ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. അതായത് മറിയാമ്മ ഉമ്മൻചാണ്ടിയുടെ കുടുംബക്കാർ പരമ്പരാഗതമായ കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. അതുകൊണ്ട് വരനായ ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുകാരനല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കല്യാണം തന്നെ നടക്കില്ലായിരുന്നു. അത്രത്തോളം അടിയുറച്ച ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് ഞാനും ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലേക്ക് ചേക്കേറിയത്. ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 46 പൊതു തെരഞ്ഞെടുപ്പാണ് ഞാൻ സാക്ഷ്യം വഹിച്ചത് എന്നുകൂടി മറിയാമ്മ ഉമ്മൻചാണ്ടി ചേർത്ത് പറഞ്ഞു. എന്നാൽ ഈ 46 തെരഞ്ഞെടുപ്പുകളിൽ പലതിലും ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലേക്കും ഉമ്മൻചാണ്ടിയോടൊപ്പം കയറി ചെന്നിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മറിയാമ്മ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത്.
എന്നാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു ശൂന്യത കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുകൂടി മറിയാമ്മ ഉമ്മൻചാണ്ടി ചേർത്ത് പറഞ്ഞു. എന്തായാലും BJP-യിലേക്ക് അച്ചുവും ചാണ്ടി ഉമ്മനുമെല്ലാം അല്ലെങ്കിൽ എൻ്റെ മൂത്ത മകളുമെല്ലാം ചേക്കേറും എന്നുള്ള രീതിയിലുള്ള മാധ്യമ വാർത്തകൾ ഒന്നും തന്നെ ശരിയല്ല. അത് ആരുടെയൊക്കെ ഭാവനയ്ക്കനുസരിച്ച് ഓരോരുത്തരും എഴുതി വിട്ടിരിക്കുന്നതാണ്. കേരളം ഭരിച്ച മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJP-യിലേക്ക് പോയി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ മറ്റൊരു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മക്കളായ അച്ചു ഉമ്മനോ ചാണ്ടി ഉമ്മനോ ഇനി BJP-യിലേക്ക് പോകും എന്നുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതം തന്നെയാണ്. ഒരു കാരണവശാലും ഏതൊക്കെ നേട്ടം അവർക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ പോലും അവരെ കണ്ടം തുണ്ടമായി വെട്ടിമുറിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയാൽ പോലും ഒരു കാരണവശാലും അവിഭക്ത കോൺഗ്രസ്കാരനായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മക്കൾ ഒരു കാരണവശാലും BJP-യിലേക്ക് ചേക്കേറില്ല എന്നാണ് എൻ്റെ ഉത്തമ ബോധ്യം. ഞാൻ വിശ്വസിക്കുന്നതും അത് തന്നെയാണ് എന്നാണ് മറിയാമ്മ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത്. മറിയാമ്മ ഉമ്മൻചാണ്ടി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ 46 വർഷത്തെ ഇടവിട്ടുള്ള ഇലക്ഷനെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആളും ബഹളവും, ഒരുപാട് പേര് വരികയും പോവുകയും ഫോൺ വിടും. ഞാൻ കൂട്ടത്തിൽ പലയിടത്തും പോയിട്ടുണ്ട്. എങ്കിലും ഒരു സ്റ്റേജിലും ഞാൻ പോയിട്ടില്ല. ഉമ്മൻചാണ്ടി ഒരു തെരഞ്ഞെടുപ്പിന് ഒരു വീട് പോലും ഞാൻ കയറിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് സംശയമുണ്ട്, ഉമ്മൻചാണ്ടി ഒരു കോൺഗ്രസ് MLA അല്ലായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നു പോലും. ഞങ്ങളുടെ അമ്മയുടെ അപ്പൻ്റെ കുടുംബം ഉറച്ച കോൺഗ്രസ് കുടുംബമാണ്. കോൺഗ്രസിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി വിജയിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എൻ്റെ ഫീൽഡ് പ്രാർത്ഥനയാണ്, നിങ്ങൾക്കറിയാവുന്നത്. അതിന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കുടുംബമായിട്ട് ഇറങ്ങുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരെ കുറിച്ചൊക്കെ പാട്ട് വിട്ട് പോകുന്നൊക്കെ കേൾക്കുന്നതുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് സ്ഥലത്തൊന്നും പോകാനൊക്കൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ദൈവീത പ്രകാരം ആരോഗ്യം തരുന്ന അനുസരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. അത് എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ചാണ്ടി മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് നിൽക്കാന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെയാണല്ലേ കുടുംബം മുഴുവനായിട്ട് ഇറങ്ങാൻ പറ്റുന്നത്. കുടുംബം പ്രചരണത്തിനല്ലാതെ കുടുംബത്തിൽ നിന്ന് ഒരാളാണെന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു രാഷ്ട്രീയത്തിൽ വന്നത്. നമ്മൾ പ്രചാരണത്തിനെ ഇറങ്ങുന്നുള്ളൂ. അത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഉമ്മൻചാണ്ടി എനിക്ക് തോന്നുന്നു അച്ചുമോള് വിവാഹപ്രായമായപ്പോൾ തൊട്ട് ഒരു ഡിസ്കഷൻ വീട്ടിൽ നടന്നു. അപ്പം ഉമ്മൻചാണ്ടി ശക്തമായ ഉമ്മൻചാണ്ടി പറയുന്നതാണ് വീട്ടിലെ തീരുമാനം. അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ നിന്ന് ചാണ്ടി മതി, അച്ചുവിനെ ഒരു നല്ല വിവാഹം ആലോചിച്ച് കൊണ്ടുപോകണമെങ്കിൽ അന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നിടത്തോളം അത് കുറച്ച് ചില ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നിങ്ങൾ കൂട്ടായ തീരുമാനം എടുത്തു. അത് തന്നെയല്ല ചാണ്ടി മോന് എൻ്റെ വിചാരം 2002 അങ്ങോട്ട് തൊട്ട് രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ അവന് ഒരു സ്ഥാനവും അർഹിക്കുന്നത് പോലും കൊടുക്കുന്ന താല്പര്യം ഉമ്മൻചാണ്ടി കാണിച്ചിട്ടില്ല ഒരിക്കൽ പോലും. അപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ ആരും വേണ്ട. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉമ്മൻചാണ്ടി പിൻഗാമിയായിട്ട് ചാണ്ടിമോൻ വരട്ടെ എന്ന് ഉമ്മൻചാണ്ടി എന്നും ആഗ്രഹിച്ചിരുന്നു. ചിലപ്പോൾ എനിക്ക് എൻ്റെ സൂചന തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നമ്മൾ കുടുംബമായി ഒന്നിച്ചിറങ്ങുന്നു, മറിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി എന്നും ചാണ്ടി ഉമ്മൻ തന്നെയാണ്. അത്രയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയത്തിൽ. അങ്ങനെ ഇത്രയും നാളത്തെ അനുഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും ചാണ്ടിമോനെ അവൻ്റെ ഡിസേർവിങ് എടുക്കുന്ന പോസ്റ്റ് പോലും കൊടുക്കാനായിട്ട് ഒരു താല്പര്യം ഒരിക്കലും കാണിച്ചിട്ടില്ല. വരുന്നെന്ന് പറഞ്ഞു, പ്രചരണത്തിന് വരുന്നെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് അറിയാൻ മേല മക്കളെ.
ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അങ്ങനെ എന്തൊരു തീരുമാനം? ഒന്നുമില്ല. ഇന്നലെ എനിക്കൊക്കെ പെട്ടെന്നൊരു ഇങ്ങനെ ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ അറിയുന്നു ഇങ്ങനെ എനിക്ക് ഫേസ്ബുക്കോ മൊബൈലോ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്ക് റേഡിയേഷൻ്റെ പ്രോബ്ലമുണ്ട്. എനിക്ക് ഫേസ്ബുക്കോ അതൊന്നും ഇല്ല, മൊബൈലില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇന്നലെ ഞാൻ കേൾക്കുന്നത് അച്ചുവിനെ കുറിച്ചും ചാടിയെ കുറിച്ചൊക്കെ ഇങ്ങനെ BJP പോകുന്നെന്ന് ഒരു സംസാരം ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. അപ്പോൾ കുടുംബമായിട്ട് ചാണ്ടി ഉമ്മൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ 3 മക്കളും തുണ്ടം കണ്ടിച്ചിട്ട് അവർ BJP പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതെനിക്ക് അറിയത്തില്ല. AK ആൻ്റണിയുടെ മോൻ എനിക്ക് ചാണ്ടി ഉമ്മനെ പോലെ തന്നെ അവരുടെ കല്യാണം ഇവിടെ വെച്ച് നടന്നു. ഗർഭിണിയായ പേരസത്ത് ഇവിടെ ഉണ്ടായിരുന്നു, പ്രസവത്തിനൊക്കെ ഉണ്ടായിരുന്നു. അനിലിൻ്റെ കൊച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ആന്റണിയെ അതിന് മുമ്പ് 77 എടുക്ക് എന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. അന്ന് തൊട്ട് ആന്റണിയായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. 79 തൊട്ട് എലിസബത്ത് ആന്റണിയായിട്ട് നല്ല അടുപ്പമുണ്ട്. എനിക്ക് എപ്പോഴും പറയാം ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും എലിസബത്ത് ആന്റണി തന്നെയാണ്. എൻ്റെ കൂട്ടത്തിൽ ഒത്തിരി എന്നോടൊപ്പം കരഞ്ഞ എല്ലാവരും കരഞ്ഞു. നിങ്ങളൊക്കെ കരഞ്ഞതിൽ എല്ലാവർക്കും വിഷമമാണെന്നറിയാം. പക്ഷേ ചിരിക്കുമ്പോൾ 1000 പേരാണ് കരയുമ്പോൾ. പക്ഷെ എൻ്റെ സ്ഥിതി ഇത് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ കരഞ്ഞു. പിന്നെ കണക്ക് പറഞ്ഞാൽ ഞാൻ എത്രാമത്തെ ഭാര്യയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 4ാമത്തെ ഭാര്യയാണ്. 1ാം ഭാര്യ പുതുപ്പള്ളി, 2ാം ഭാര്യ എല്ലാ മലയാളികളും ലോകത്തിൻ്റെ എല്ലായിടത്തുമുള്ള, 3ാം ഭാര്യ കോൺഗ്രസ്, 4ാം ഭാര്യയാണ് സീനിയറായിട്ടുള്ളൊരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹമാണ് ഇന്ത്യ മുന്നിൽ. പിന്നെ നെഹ്റു കുടുംബത്തെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു. രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും ഒരുപാട് കരഞ്ഞു. അതിനെക്കാട്ടേറെ വല്യവായിൽ ഉമ്മൻചാണ്ടി കളിച്ച് വല്യവായിൽ ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ വല്യവായിൽ കരഞ്ഞു. അത് ചാണ്ടിയമ്മന് ഒരു ബന്ധം ആ ഈസ്റ്റർ എങ്ങാണ്ട് മോനുമായിട്ടൊരു ബന്ധം. മോന് LKG UKG എങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് ഒരു ക്രിസ്മസ് കാർഡ് അയച്ചു. പക്ഷെ ഉടനെ തന്നെ റിപ്ലൈ വന്നു. പിന്നെ രാജീവ് ഗാന്ധി തന്നെ ഇങ്ങോട്ടൊരു ഈസ്റ്റർ കാർഡ് അയച്ചു. അപ്പോഴത്തേക്ക് ചാടിമരങ്ങ് ഭയങ്കര ഇപ്പോഴാരെങ്കിലും ഇവിടെ അപ്പുറത്തുള്ള അയൽവക്കത്തുകാർക്ക് ഇനി റോക്ക് ചെയ്യാൻ പറയും. ഞങ്ങൾ അങ്ങനെ മറ്റേ കുറച്ച് മോശമായിട്ട് പറഞ്ഞാലും അപ്പം അവരെ കൈക്കിട്ട് തടിക്കാൻ നോക്കും. അത്ര ആ ഒരു ബന്ധമുണ്ട് ആ കുടുംബമായിട്ട്. എനിക്ക് ഒത്തിരി ബന്ധമുണ്ട്. പിന്നെ അവരല്ലേ ഭാരതത്തിൻ്റെ ശില്പി. നമ്മൾ വീട് പെയിൻറ്റ് ചെയ്യാനും ഒക്കെ ബേസ്മെൻ്റ് ഇട്ട് വീട് കെട്ടി വിത്ത് കെട്ടി അതല്ല എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിച്ച 5ാം ക്ലാസ് അങ്ങനെ പഠിച്ച ഓർമ്മയുള്ളൂ ഈ പഞ്ചവത്സര പദ്ധതി അതും ഇതൊക്കെ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ വെച്ചോ അത് ഇതുവരെ ഉണ്ടായ ശേഷമല്ലേ അതിൻ്റെ പുറത്തല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് അതുകൊണ്ട് ആ ഒരു എപ്പോഴും നമ്മുടെ പിന്നെ ഉമ്മൻചാണ്ടി ഒരു കാര്യം കൂടെ പറയുമായിരുന്നു. ഉമ്മൻചാണ്ടി എനിക്ക് എപ്പോഴും കിട്ടുന്നത് നിങ്ങൾക്കറിയാം 24/7. അപ്പോൾ കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ നാച്ചുറലി ഒരു ഭാര്യ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതൊന്നും ഇങ്ങനെ പറയും. ഭാവിയപ്പം ഈ സ്വാതന്ത്ര്യ സേനാനികളെന്ന് ഓർത്ത് വെക്കും. ഞാൻ ഈ കാലഘട്ടത്തിൽ ഞാനെന്തിനാ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടു, അവരെന്തുമാത്രം അവരുടെ ഭർത്താക്കന്മാരെ കണ്ടിട്ടുമില്ല, ജയിലിൽ കിടന്നു, അവർ പട്ടി കിടന്നു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം പിന്നെ പുള്ളി അങ്ങോട്ട് അധികം പറയാൻ സമ്മതിച്ചിട്ടില്ല. അപ്പം എനിക്കിത് സ്വാതന്ത്ര്യ സേനാനികളെ ബഹുമാനമാണ്, ഭയങ്കര റെസ്പെക്റ്റാണ്. ഞാനൊരു രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും ഉദ്ദേശിച്ചില്ല മക്കളെ. എൻ്റെ ഫീൽഡ് ആൽപ്പിയാണ്. 74 വയസ്സായി. ഇനി അങ്ങോട്ട് പോകാൻ 7 വയസ്സാണ് മോശയുടെ വയസ്സ്. ഒരു പുരുഷാഴ്ച എന്ന് പറഞ്ഞാൽ 7 വയസ്സാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന ഹൈന്ദവ വിധി പ്രകാരം എൻ്റെ 120 വയസ്സാണ് തോന്നുന്നു, അല്ലേ 120. എന്നാൽ എനിക്കറിയത്തില്ല ഹൈന്ദവക്കാർക്ക് ഞാൻ പറഞ്ഞത് ശരിയാണ്. യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്ന 120 വയസ്സാണ്. അപ്പം അത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെയും ഇവിടുന്ന് വലിയ കഷ്ടതയും ഇല്ലാതെ കടന്നു പോകണം. ഏറ്റവും മകനെതിരെയിട്ടല്ല, ഒരു ഐഡിയോളജിയാണ്. മകനോട് വ്യക്തിബന്ധം വേറെ. പത്തനംതിട്ട പ്രചരണത്തിന് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. ഇങ്ങനൊരു പച്ചക്കെന്ന് വെച്ച് നമുക്ക് ഇന്ത്യ മുന്നണി കോൺഗ്രസ് UDF ജയിക്കണം. അല്ല അതിനകത്തൊരു വ്യക്തിപരമായൊരു സംഘർഷമൊന്നും ഇല്ല മക്കളെ.
അതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു സന്തോഷമൊന്നുമില്ല. എനിക്ക് അനിൽ ചടിമനെ പോലെ തന്നെയാണ്. ആ ബന്ധം അങ്ങനെ മാതൃബന്ധം അതിന് പൊട്ടിച്ചു കളയാൻ പറ്റും. ഏത് രാജ്യത്തിൽ പോയാലും ആ ബന്ധമൊക്കെ അവിടെ നിലനിൽക്കും. ഈ മകനുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ BJP പോകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രചരണം വരുമ്പോഴേ വ്യക്തിപരമായ വിഷമമുണ്ടാക്കി. ഞാൻ അറിഞ്ഞ ഇന്നലെ ഞാൻ അറിയുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ അവൻ്റെ ആദർശത്തിന് വേണ്ടി അവൻ്റെ അപ്പൻ എല്ലാം ത്യജിച്ചിട്ടേ ഉള്ളൂ. അവൻ ഈ നാളുകളൊന്നും അതിനപ്പുറമായിട്ടൊന്നും അവന് കിട്ടേണ്ടി പോലും കിട്ടിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ 3 മക്കളും തുണ്ടാൻ കണ്ടിട്ടില്ല, അവർ കോൺഗ്രസ് വിട്ട് പോകത്തില്ല. രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരുടെ 2 മക്കളാണ് പോയത്. വ്യക്തിപരമായിട്ട് അത് ഒരുപാട് വേദനിപ്പിച്ചു. അത് വേദനിപ്പിച്ചു. 2 പേരുടെ കാര്യം അതിൻ്റെ ഒരുപാട് വേദനിപ്പിച്ചു. അത് സത്യം തന്നെയാണ്. എൻ്റെ അച്ഛനോട് വിരോധമൊന്നുമില്ല. കുടുംബത്തിൽ നിന്ന് ഒരാൾ അങ്ങനെ MLA ആവുന്നു. പക്ഷെ വേണ്ട ഒരു പരിഗണന പാർട്ടി നേതൃത്വം ചാണ്ടി നൽകുന്നു അല്ലെങ്കിൽ നൽകുന്നില്ല അങ്ങനെ തോന്നുന്നു. ഇപ്പൊ തന്നെ പ്രതിബന്ധത്തൊക്കെ ഒരു അകറ്റി നിർത്തുന്നതായിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അവരെല്ലാം സാധനം നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നോടെല്ലാം വലിയ താല്പര്യമായിട്ടൊക്കെ പെരുമാറിയിട്ടുള്ളൂ. ചാണ്ടിയമ്മനകത്ത് ഞാൻ അത്ര അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇത്ര രാഷ്ട്രീയം അത്ര നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അത് ഈ പറയുന്നത് നാളെ ചിലപ്പം മറ്റിടത്ത് വല്ലതും പൂരപ്പട വല്ലതും പോകുമായിരിക്കും. എനിക്ക് ഒത്തിരി പോകാൻ പറ്റത്തില്ല. ആരോഗ്യം പിന്നെ ഒരുപാട് ഭക്ഷണക്രമങ്ങൾ, അത് യാത്ര. ഞാൻ 2006 തോന്നുന്നു 2007 ഉമ്മൻചാണ്ടി അമ്മ മരിച്ച ശേഷം ആദ്യത്തെ CM ആയിട്ട് പിന്നെയുള്ള മത്സരം. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വിഷമായിരിക്കും. ഞാൻ എല്ലായിടത്തും ഒരു ബസ്സിലാണ് എനിക്ക് ഓർമ്മയുണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിടത്തും ഇറങ്ങിയിട്ടില്ല. മോനെ ഉച്ചയ്ക്ക് ഫാൻ ഇട്ടോ പോരെ, നയിച്ച ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട്. ഈ പുതുപ്പള്ളിയിൽ പോലും പ്രചരണത്തിൽ ഇറങ്ങിയിട്ടില്ല. ഈ പറഞ്ഞ കാരണമല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാരണമില്ല മോനെ. ഐ എം ഡൗൺ ഫ്രാഞ്ച് സെറ്റ്. ഒരു കാണുമില്ല. എന്ന് വെച്ചാൽ സത്യം എപ്പോഴും ജയിക്കും. ഒരു കള്ളം പറഞ്ഞാൽ 10 കള്ളം പറയേണ്ടിയിരിക്കും. എൻ്റെ ജീവിതത്തിലെ അനുഭവം. പിന്നെ ദൈവം സത്യമാണ്. അപ്പം അസത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും നമുക്കെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ പേരല്ലേ ഉള്ളേ. നമ്മളാരും മരിച്ചാൽ പിന്നെ ഇന്ന ആൾ മരിച്ചെന്ന് പോലും പറയല്ല. ആളെ ശവദാഹം എപ്പോഴാണ്, അല്ലെങ്കിൽ ബോഡി എപ്പോഴാണ് എടുക്കുന്നത്, ബോഡി എവിടെ എന്നല്ലേ. പിന്നെ ബോഡി എന്നൊക്കെ അല്ലേ പറയുന്നത്. പിന്നെ ആരെങ്കിലും നമ്മുടെ പേര് പറയോ? ഇന്നാളെ കൊണ്ട് ഇന്നടത്ത് ഇറക്കാമെന്ന്, ഇന്നാണ് ജയിപ്പിക്കാമെന്ന് പറയും? ഇല്ലല്ലോ. അതുകൊണ്ട് ആത്മാവിനെ അറിയിട്ടു. അവരവർ പറയുന്നതൊക്കെ അനുസരിച്ചൊക്കെ ഞാൻ മോനോട് ഇങ്ങനെ ഒരാഗ്രഹം പറഞ്ഞു. ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി വന്ന് പറയാനോ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് താല്പര്യം വെച്ചാൽ ഉമ്മൻചാണ്ടി പഠിപ്പിച്ചേക്കും നമ്മൾ ആരെയും വേദനിപ്പിക്കരുത്. ആരെയും ഒരിക്കലും ചിന്ത കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുക. എൻ്റെ ആത്മീയത്തിൽ പഠിച്ചൊരു കാര്യം കൂടെ, നന്മ ചെയ്ത് മരിക്കുക. സത്യമായി ഈസ്റ്റർ കഴിഞ്ഞാൽ എനിക്ക് ദുഃഖവെള്ളി സന്ധ്യയായി. ഉള്ളിൽ ഇപ്പോഴും ഒരു ദുഃഖവെള്ളി സന്ധ്യ. ഈ പുതുപ്പള്ളി തെരഞ്ഞെടുക്കുന്ന സമയത്തും ഒരുപക്ഷെ അച്യുതൻ മത്സരിച്ചേക്കുമെന്നൊക്കെ പറഞ്ഞൊരു സംസാരവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടന്നപ്പോഴും ഒരുപക്ഷെ അച്യുതൻ വന്നേക്കും മറ്റു നിയമസഭയിലേക്ക്. അത് നാട്ടുകാർ പറഞ്ഞില്ലേ, വീട്ടുകാരെല്ലാം പറഞ്ഞു. അല്ല, പാർട്ടി നേതൃത്വം അങ്ങനെ അച്യുതനെ കൂടി കൊണ്ടുവരാൻ ആഗ്രഹിച്ചാൽ കുടുംബം എതിർക്കുകയോ പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അല്ല, അങ്ങനെ ആ ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. അങ്ങനെ ആരും ഒരിക്കലും എൻ്റെ അടുത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അച്യുതനെ പറഞ്ഞിട്ടില്ലേ, പിന്നെ അവിടുന്ന് കുഞ്ഞിൻ്റെ അസ്വസ്ഥമായിട്ട് പോകുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ചാണ്ടി തന്നെ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഉണ്ടെന്നാ എൻ്റെ ഓർമ്മ. പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കുറിച്ച് മതിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം ഇതൊക്കെ തന്നെ. എന്തെല്ലാം പറഞ്ഞാലും എല്ലാവരെയും സ്നേഹിക്കുക, തമ്മിൽ സ്നേഹിച്ച് മുമ്പോട്ട് പോകും.